to IET English Learning Club. 28-ാം ദിവസം, എപ്പിസോഡ് 28. അനായാസം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ. ഇന്ന് പ്രസന്റ് പെർഫെക്റ്റ്, അതായത് ഹാവ് ഹാസ്, ഉണ്ട് എന്നർത്ഥം വരുന്ന ഹാവ് ഹാസ് ഉപയോഗിച്ച് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും കാര്യങ്ങൾ എങ്ങനെയാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ച് നിഷേധിക്കുന്നതെന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും അതിന് ഉത്തരങ്ങൾ എങ്ങനെ പറയാമെന്നുമാണ് ഇവിടെ പഠിക്കുന്നത്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? He has read that short story. അവൻ ആ ചെറുകഥ വായിച്ചിട്ടുണ്ട്. He hasn't read that short story. അവൻ ആ ചെറുകഥ വായിച്ചിട്ടില്ല. Have you read that short story? നീ ആ ചെറുകഥ വായിച്ചിട്ടുണ്ടോ? Yes, I have. അതെ, ഞാൻ വായിച്ചിട്ടുണ്ട്. Haven't you read that novel? നീ ആ നോവൽ വായിച്ചിട്ടില്ലേ? No, I haven't. ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. I have written a complaint. ഞാൻ ഒരു പരാതി എഴുതിയിട്ടുണ്ട്. I haven't written a complaint. ഞാൻ പരാതി എഴുതിയിട്ടില്ല. Have you written a complaint? നീ ഒരു പരാതി എഴുതിയിട്ടുണ്ടോ? Yes, I have. അതെ, ഞാൻ എഴുതിയിട്ടുണ്ട്. Haven't you written stories? നീ കഥകൾ എഴുതിയിട്ടില്ലേ? No, I haven't. ഇല്ല, ഞാൻ എഴുതിയിട്ടില്ല. We have seen the film Titanic. ഞങ്ങൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ട്. We haven't seen the film Titanic. ഞങ്ങൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടില്ല. Have you seen the film Titanic? നിങ്ങൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടോ? Yes, we have. അതെ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. Haven't you seen the film ഷോലെ? നിങ്ങൾ ഷോലെ സിനിമ കണ്ടിട്ടില്ലേ? No, we haven't. ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. Have you had your lunch? നീ ഊണ് കഴിച്ചോ? Yes, I have. അതെ, ഞാൻ കഴിച്ചു. Have you had coffee? നീ കോഫി കഴിച്ചോ? No, I haven't. ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. They have gone to Singapore. അവർ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്. They have gone to Sri Lanka. അവർ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. They haven't gone to Sri Lanka. അവർ ശ്രീലങ്കയിൽ പോയിട്ടില്ല. Have they gone to Singapore? അവർ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ? No, they haven't. ഇല്ല, അവർ പോയിട്ടില്ല. Haven't they gone to Switzerland? അവർ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടില്ലേ? Yes, they have. അതെ, അവർ പോയിട്ടുണ്ട്. She has taken my book. അവൾ എന്റെ ബുക്ക് എടുത്തിട്ടുണ്ട്. She hasn't taken my book. അവൾ എന്റെ ബുക്ക് എടുത്തിട്ടില്ല. Has she taken my book? അവൾ എന്റെ ബുക്ക് എടുത്തിട്ടുണ്ടോ? No, she hasn't. ഇല്ല, അവൾ എടുത്തിട്ടില്ല. Has she gone to the shop? അവൾ കടയിൽ പോയിട്ടുണ്ടോ? Yes, she has just gone. അതെ, അവൾ ഇപ്പോൾ പോയിട്ടുണ്ട്. Has he done his homework? അവൻ അവന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? No, he hasn't. ഇല്ല, അവൻ ചെയ്തിട്ടില്ല. Have you taken my pen? നീ എന്റെ പേന എടുത്തോ? No, I haven't. It is on the table. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. അത് മേശപ്പുറത്തുണ്ട്. Have you gone to Kashmir? നീ കാശ്മീരിൽ പോയിട്ടുണ്ടോ? Yes, I have. അതെ, ഞാൻ പോയിട്ടുണ്ട്. Hasn't she taken my book? അവൾ എന്റെ ബുക്ക് എടുത്തിട്ടില്ലേ? I am sorry, I don't know. ക്ഷമിക്കണം, എനിക്കറിയില്ല. Has she read any works of M.T. വാസുദേവൻ നായർ? അവൾ M.T. വാസുദേവൻ നായരുടെ ഏതെങ്കിലും കൃതികൾ വായിച്ചിട്ടുണ്ടോ? No, she hasn't. ഇല്ല, അവൾ വായിച്ചിട്ടില്ല. Have you ever played chess in your life? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെസ് കളിച്ചിട്ടുണ്ടോ? Yes, we have. അതെ, ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. Have you ever driven bike? നീ എപ്പോഴെങ്കിലും ബൈക്ക് ഓടിച്ചിട്ടുണ്ടോ? Yes, I have. അതെ, ഞാൻ ഓടിച്ചിട്ടുണ്ട്. Has your sister ever danced on stage? നിന്റെ സഹോദരി എപ്പോഴെങ്കിലും സ്റ്റേജിൽ നൃത്തം ചെയ്തിട്ടുണ്ടോ? Yes, she has. അതെ, അവൾ നൃത്തം ചെയ്തിട്ടുണ്ട്. Have your brothers even swim in the sea? നിന്റെ സഹോദരന്മാർ എപ്പോഴെങ്കിലും കടലിൽ നീന്തിയിട്ടുണ്ടോ?
നോ, ദേ ഹാവൻറ്റ്. ഇല്ല, അവർ നീന്തിയിട്ടില്ല. വേർ ഹാസ് യുവർ ആന്റി ഗോൺ? നിന്റെ ആന്റി എവിടെയാണ് പോയിട്ടുള്ളത്? ഷീ ഹാസ് ഗോൺ ടു എ വെഡിങ്. അവർ ഒരു വിവാഹത്തിനാണ് പോയിട്ടുള്ളത്. വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ പേഴ്സ്? നിന്റെ പേഴ്സിൽ എന്തുണ്ട്? ഐ ഹാവ് 500 rupees. എനിക്ക് 500 രൂപയുണ്ട്. വാട്ട് ഹാവ് യു ഹാഡ് ഫോർ ലഞ്ച്? നീ ഉച്ചഭക്ഷണത്തിന് എന്താണ് കഴിച്ചത്? ഐ ഹാവ് ഹാഡ് ചിക്കൻ ബിരിയാണി. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ഹൗ ലോങ് ഡു യു ഹാവ് ദാറ്റ് പെയിൻ? നിനക്ക് എത്ര കാലമായി ആ വേദന ഉണ്ട്? ഐ തിങ്ക് ഇറ്റ് ഈസ് ഫോർ 2 weeks. 2 ആഴ്ചയായി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് ബൈസിക്കിൾ? എത്ര കാലമായി ഈ സൈക്കിൾ നിനക്കുണ്ട്? ഐ ഹാവ് ഹാഡ് ദിസ് ബൈസിക്കിൾ ഫോർ 2 years. എനിക്ക് 2 വർഷമായി ഈ ബൈസിക്കിൾ ഉണ്ട്. വാട്ട് ഹാസ് യുവർ മദർ കുക്ക്ഡ് ഫോർ ഡിന്നർ? അത്താഴത്തിന് നിന്റെ അമ്മ എന്താണ് പാചകം ചെയ്തിട്ടുള്ളത്? ഷീ ഹാസ് കുക്ക്ഡ് വെജിറ്റബിൾ ബിരിയാണി. അത്താഴത്തിന് വെജിറ്റബിൾ ബിരിയാണിയാണ് അമ്മ തയ്യാറാക്കിയത്. ഹു ഹാസ് ഹെൽപ്ഡ് ഹെർ? ആരാണ് അവരെ സഹായിച്ചത്? നോബഡി ഹാസ് ഹെൽപ്ഡ് ഹെർ. ആരും അവരെ സഹായിച്ചില്ല. ഹൗ മെനി ബുക്സ് ഹാവ് ദേ ടേക്കൺ? എത്ര പുസ്തകങ്ങൾ അവർ എടുത്തിട്ടുണ്ട്? ദേ ഹാവ് ടേക്കൺ 6 books. അവർ 6 പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട്. വാട്ട് ഹാവ് യു ടേക്കൺ ഫ്രം ദർ? നീ എന്താണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ഐ ഹാവ് ടേക്കൺ സം ബുക്സ് ഫ്രം ദെയർ. ഞാൻ അവിടെ നിന്ന് കുറച്ച് പുസ്തകമാണ് എടുത്തിട്ടുള്ളത്. ഹു ഹാസ് ഫോളോഡ് ഹെർ? ആരാണ് അവളെ പിന്തുടർന്ന് പോയിട്ടുള്ളത്? സംബഡി ഹാസ് ഫോളോഡ് ഹെർ. അവളെ ആരോ പിന്തുടർന്ന് പോയിട്ടുണ്ട്. വാട്ട് ഹാസ് യുവർ സിസ്റ്റർ കുക്ക്ഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നിന്റെ സഹോദരി പ്രാതലിന് എന്താണ് ഉണ്ടാക്കിയത്? മൈ സിസ്റ്റർ ഹാസ് കുക്ക്ഡ് പൂരി ആൻഡ് കറി. എന്റെ സഹോദരി പൂരിയും കറിയുമാണ് ഉണ്ടാക്കിയത്. ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന 200 രൂപ വിലയുള്ള പുസ്തകം വെറും 99 രൂപയ്ക്ക് ലഭിക്കും. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ 9446178038.